ഒരാൾ എൻ്റെയും പൂവൻ്റെയും ക്യാപ്ഷൻ കൊടുത്ത് അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെപ്പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും പൂവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയോടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കളി, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ അനുമോള് വിവാഹം കഴിഞ്ഞിട്ട് നമ്മുടെ ഭുവനേഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരും കരുതും അനുമോള് പോയത് തമിഴ്നാട്ടിലേക്കാണെന്ന്. പക്ഷെ അനുമോള് പോയത് തമിഴ്നാട്ടിലേക്കല്ല സുഹൃത്തുക്കളെ, അനുമോള് പോയത് നേരെ തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ. അപ്പൊ ഭുവനേഷ് ശരിക്കും ഒരു 3-4 മാസമായിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ സെറ്റിൽഡ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് ഭുവനേഷ് അവിടെയാണ് നിൽക്കുന്നത്. അപ്പോ അവിടെ ചെല്ലുന്നു. അതുപോലെ തന്നെ ഭുവനേഷിന്റെ അമ്മയൊക്കെ കാലില് വെള്ളമൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. പക്ഷെ അനുമോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട്. അനുമോള് ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരു വീടാണ്. നമ്മളൊരു 3-4 മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭുവനേഷിന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കുക്ക് ചെയ്തവർ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാറുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അനുമോൾ വ്ളോഗിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോൾക്കെതിരെ തന്നെ ഒരുപാട് വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് നേരിടുകയുണ്ടായി. ഈ വിവാഹ സമയത്ത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുന്ന ഒരുപാട് ആളുകൾ, അത് നോർമലി ഉള്ളതാണ് അനുമോള്. കാരണം ഒരു സംഭവം ആകുമ്പോൾ അതിനൊരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും കാണുമല്ലോ. ഓക്കെ, ഒരു കോയിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവും കാണും. നമ്മൾ നല്ലതെന്ന് ചെയ്യുന്നതും ചിലപ്പം മോശമാണെന്ന് പറയാനുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാകും. അത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഒന്നുമില്ലെങ്കിലും താങ്കളൊരു യൂട്യൂബറാണ്, പബ്ലിക് ഫിഗർ ആണ്. സോ അപ്പോൾ ആ രീതിയിൽ ആളുകൾ വിമർശിക്കാനും അതുപോലെ തന്നെ നല്ലത് പറയാനും വിമർശിക്കാനുള്ള അധികാരം ഈ പ്രേക്ഷകർക്കുണ്ടെന്നുള്ളൊരു കാര്യം അനുമോൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ അനുമോളുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലായിട്ട് ഇനി അങ്ങോട്ട് കാണാൻ കേട്ടോ. ഞാനിവിടെ വരാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്താണ് അയ്യോ നമ്മളത് പറയാൻ പറഞ്ഞേ. നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഭുവൻ അവിടെ നിന്ന് ട്രിവാൻഡ്രം ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ജൂണിലാണ് ഇവിടെ വരുന്നത്. നമ്മൾ ജൂണിൽ വന്നു. അപ്പം അന്ന് മുതൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഇല്ല. അതുകൊണ്ട് എനിക്കിത് വലിയ ബുദ്ധിമുട്ടില്ല. മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലം എനിക്ക് നന്നായിട്ട് എല്ലാം എനിക്ക് നന്നായിട്ട്. ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാനല്ലേ പുള്ളിക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു. അതുവരെ ഞാൻ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ഗ്യാസ് മീൻ മറ്റേ ഇത് ഏമ്പക്കം. അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോൾ ചെന്നൈയിലെ ഈ നമ്മുടെ തമിഴ്നാട് കറി പൗഡറൊക്കെ ഭയങ്കര ഇത് ഏത് ക്യാമറയിൽ നോക്കണം, 2 വെച്ചിട്ടുണ്ട് ഇതല്ലേ. അവിടുത്തെ കറി പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു മസാല കൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ഭുവൻ ഫോൺ വിളിക്കുമ്പോൾ അനു ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ വന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് പക്ഷെ അങ്ങനെ ഇല്ലല്ലേ. അതെന്താണ് എല്ലാ പൊടി തൂക്കി പോട്ടുരുവാ ഞാനാ സ്പൈസി. அப்போ நல்லா ஸ்பைசியா இருக்கும். நான் குக் ചെയ്യുമ്പോഴാണ് പോവാ നിനക്ക് ഫുഡ് കൺട്രോൾ ഫ്രൂട്ട്സ് ഇന്ന മാതിരി കൺട്രോൾ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഇത് എന്താ സ്പൈസസ് കുറച്ചപ്പോൾ ആ ഒരു ഇത് മാറി അല്ലേ, അങ്ങനെയല്ലേ? അതല്ലേ? ആമാ അതന്നെ. അപ്പം മതിയല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അവന് പായസം കൊടുത്തില്ലെങ്കിൽ ഇനി അവൻ എന്നെ കൊല്ലും. ഇനി അവൻ്റെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ. വലിയ മുതി ചെറുക്കനാണ്, വലിയ ചെക്കനാ. കണ്ടാ പറയൂ കൊച്ചു പിള്ളേർ പോലെ ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു കുളന്തയുണ്ട്. പക്ഷെ പ്രായം ഭയങ്കര കുറവാണ് അല്ലേടാ? എത്ര വയസ്സ്? 25? சொல்ல മാട്ടെ. ഒരു കൊച്ചുണ്ട്, നല്ല ബേബി, ഒരു മോള്, നല്ലൊരു മോളുണ്ട്, കുഞ്ഞു മക്കള്. നല്ലൊരു മോളും നല്ലൊരു വൈഫുണ്ട്, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വൈഫുണ്ട്. അവരൊക്കെ ഞാൻ ഒരു ദിവസം എല്ലാവർക്കും കാണിച്ചു തരാം. അവളെയും കൊച്ചിനെ കൊണ്ടുവരണം ഇവിടെ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ വായോ.
അതെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫർ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ എന്താ, വേറെ ഒന്നുമില്ല. വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട്, നോക്കട്ടെ സമയമുണ്ട്. പിന്നെ നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ ശാന്തിനിലോട്ട് പോവുകയാണ്. അതെ, അതാണ് നെക്സ്റ്റ് പരിപാടി. പിന്നെ ഇന്നിപ്പോൾ 21-ാം തീയതി ഫംഗ്ഷൻ വെച്ചിരിക്കുകയാണ്. അതിന് ഇനി പ്രിപ്പയർ ആകണം, ഡ്രസ്സ് നോക്കണം, ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം, മേക്കപ്പിൻ്റെ കാര്യങ്ങൾ. സിജൻ തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അപ്പം അവർ വരും. അപ്പോൾ ഇനി കുറച്ച് ബിസിയാണ്. ഇനി യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഇനി നിരന്തരം നമ്മളിനി കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കും. കുറേ ഒരുപാട് പേര് എന്താ പറയുന്നത്, ഭുവനെ ഒരുപാട് പേര് കമൻസിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, അതിൻ്റെ കൂടെ നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. അതാരാ, ഒരു പണിയില്ലാത്ത പറയണം. ശരിക്കും ഈ ഭുവൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര പാവമാണ് കേട്ടോ. ശരിക്കും ഒരു അയ്യോഭാവിയാന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും അനുമോളും അതുപോലെ തന്നെ. കാരണം നമുക്കറിയാലോ, സ്റ്റാർ മാജിക്കിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൗട്ട് ചെയ്താൽ പോലും കരയുന്ന ഒരു പ്രകൃതമുള്ള കുട്ടിയാണ് അനുമോൾ. അപ്പോൾ ഈ ഭുവൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും അത്യാവശ്യം നല്ലൊരു ഇൻട്രോവേർട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഇവരുടെ ഒരു ലൈഫ് അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം നൈസ് ആയിരിക്കും ഇവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടുള്ളത്. കാരണം ഒരാൾ തമിഴ്, ഒരാൾ മലയാളി, നല്ല അടിപൊളിയായിരിക്കും. അതും അല്ല, പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ, വെറും ഒരു പാവം പിടിച്ച മനുഷ്യൻ. അനുമോൾക്ക് എന്തായാലും യോജിച്ചൊരു വരം തന്നെയാണ് ഭുവൻ. ഓക്കെ, അപ്പോൾ ബാക്കി കൂടെ നമുക്ക് കാണാം. രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ ബുവാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എൻ്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്, എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ? ഡിലീറ്റ് ചെയ്താ? അവൻ ഡിലീറ്റ് ചെയ്താ? അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ. ഒരാള് എൻ്റെയും ഭുവൻ്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും, അതിന് താഴെ ഞങ്ങളെപ്പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ, സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ, നിങ്ങൾ ഈ അസൂയം കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയോടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. എന്ത് മയിര് പരിപാടിയാണെന്നറിയാമോ? ഇതുപോലെ ശരിക്കും തമിഴനാണെന്നുണ്ടെങ്കിൽ പൈസ കൊണ്ട് മുങ്ങിക്കളയൂ. ആ പാവം പിടിച്ചോണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തത് തന്നെ ഭാഗ്യം. ഓക്കെ, ഇതുപോലത്തെ ഒരുമാതിരി ഊമ്പിയ കമന്റും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് എന്ത് മോശമായിട്ടുള്ള രീതിയാണ്. ശരിക്കും വിമർശിച്ചോ, ഓക്കെ, അതിനൊരു മാന്യതയുണ്ട് വിമർശിക്കുന്നതിന്. ഇതുപോലത്തെ ഇത്രയും കച്ചറ പിടിച്ച കമന്റ്, തെണ്ടിത്തരങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചാട്ടക്കടിക്കണം ശരിക്കും. ഓക്കെ, ഒരു മര്യാദയൊക്കെ വേണ്ട. ശരിക്കും വിവാഹം കഴിഞ്ഞിട്ട് ശരിക്കും 2-3 ദിവസം ആവുന്നേ ഉള്ളൂ, അപ്പോഴത്തേക്കും അവൻ പൈസ ഇട്ട് മുങ്ങും, അതാണ് ഇതാണ്. ഏതവനാന്നോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് റിയൽ സൈബർ ബുള്ളിങ്. ബാക്കിയൂടെ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട്, ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാൻ്റെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ, അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക്
പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. സത്യം പറയാമല്ലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം, സമാധാനം, അതാണ് ഞങ്ങളുടെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരുപാട് പേര് വിഷയൊക്കെ ചെയ്ത് വീണ്ടും താങ്ക്സ് പറയാണ്. ഒരുപാട് സന്തോഷവും നന്ദി. ഒരുപാട് അമ്മമാരുടെയും ഒരുപാട് ഫാമിലിയുടെ കുറേ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് മെസ്സേജിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവർക്കും ചക്കര ഉമ്മ കൊടുക്കൊടു. ചക്കര ഉമ്മ എന്ന് വെച്ചാൽ ചക്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പറ. ഓക്കെ, ഇത് കൊടുക്കും. അയ്യോ, അതല്ല, ലൈക്ക് ഷെയർ, അത് അവരുടെ ഇഷ്ടം. നിങ്ങൾ ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, കമന്റ് ചെയ്യണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ബൈ. ഓക്കെ, എന്തായാലും രണ്ടൊരു അടിപൊളിയായിട്ട് ചെയ്യട്ടെ. ഇവരുടെ ശരിക്കും പറഞ്ഞാൽ വ്ളോഗിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പേളി ചേച്ചിക്ക് വിടാം. പേളി ചേച്ചി എന്തായാലും ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നത് പോലും ഒരു നോട്ടിഫിക്കേഷൻ പോലും വരുന്നില്ല. എനിക്ക് യൂട്യൂബ് തന്നെ പേളി ചേച്ചിയെ തഴഞ്ഞു കളഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയായാലും ഒരു ജന്തർ മന്ദിർ വിഷയം കാരണം എൻ്റെ പൊന്നി ഒരാളുടെ ഇത്രയും നാളത്തെ സമ്പാദ്യവും എല്ലാം ഒറ്റയടിക്ക് തകർന്നു വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ശരിക്കും. ഇതൊക്കെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകണം, ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും റെഡി ആവത്തില്ല. അത് എപ്പോഴും ഒരു സൈഡ് രീതിയിൽ നമ്മളിതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അനുമോൾക്ക് നല്ലൊരു ജീവിതം നേരുന്നു. അനുമോൾ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ വരും, എല്ലാത്തിനെയും അങ്ങ് കളഞ്ഞേക്കുക. എല്ലാത്തിനും ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് കളഞ്ഞേക്കുക. എന്നിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടുപേരും. ഓക്കെ, എനിക്കിന്ന് ഇവരിനി ട്രിവാൻഡ്രത്ത് തന്നെ സെറ്റിൽഡ് ആവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചെന്നൈയിൽ ഇടയ്ക്ക് പോകാതിരിക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത്. കാരണം അനുമോക്ക് അത്യാവശ്യം ഇവിടെ നല്ല ഷൂട്ടും കാര്യങ്ങളും തിരക്കായിട്ടുള്ളൊരു ആക്ട്രസ് ആണ് പുള്ളിക്കാരി. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.